പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സന്തോഷത്തോടെ ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത്, ഇപ്പോൾ എന്തായാലും പച്ചമാങ്ങയുടെ സീസണാണല്ലോ. അപ്പോൾ പച്ചമാങ്ങ വെച്ച് അടിപൊളി റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ പച്ചമാങ്ങ ഹൽവയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എളുപ്പമായിട്ടുണ്ടാകും, ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, കുറഞ്ഞ ചിലവിൽ അടിപൊളിയായിട്ടൊരു മാങ്ങ ഹൽവ ഉണ്ടാക്കാം. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, നമുക്ക് വേഗം പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3 പച്ചമാങ്ങയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞത് ഈ ഒരു പരുവത്തിൽ കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്താണ് ഞാൻ അരയ്ക്കുന്നത്. അപ്പോൾ അരച്ച് നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു അരച്ച് മാറ്റി കുറച്ച് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റിയെടുത്ത മാങ്ങ ജ്യൂസ് അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അത് കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാനൊരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ചധികം വെള്ളത്തിൽ, അതായത് ഒരു 1.5 ഗ്ലാസ്, ഞാൻ കാണിച്ച ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് ലൂസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ താണ്ടെ നമ്മുടെ മാംഗോ ജ്യൂസ് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ കലക്കി വെച്ചിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് നന്നായിട്ട് കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. കോൺഫ്ലവർ പെട്ടെന്ന് കട്ടയാകുമല്ലോ. അപ്പോൾ അത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിനും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ആ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നല്ലതുപോലെ, ഈ സമയത്ത് കൈ ഇളക്കാതിരുന്നാൽ പെട്ടെന്ന് കരിഞ്ഞു പോട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ചേർത്തില്ല എങ്കിൽ ഒരു കുഴപ്പമില്ല. നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നല്ലത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് കുറച്ച് ഏലക്കാപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ കുറച്ച് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കരുത്, കുറച്ച് ചേർത്താൽ മതിയാവും. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നല്ലതുപോലെ അത് വഴറ്റി ഒന്ന് പറ്റിച്ചെടുക്കേണ്ടതുണ്ട്. നന്നായിട്ട് കുറച്ച് അധികം സമയം ചെയ്യണം കേട്ടോ, പെട്ടെന്നൊന്നും ആവില്ല. കുറേയേറെ സമയം ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ, എങ്കിൽ മാത്രമേ നമ്മുടെ ഹൽവ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതാണ്ടതേ വീണ്ടും അത് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതാ യാതൊരുവിധ കളറും ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, എങ്കിൽ പോലും നല്ലൊരു മഞ്ഞ കളറ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ അത് നന്നായിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ട് അതിൻ്റെ ജലാംശമൊക്കെ പറ്റിച്ച് നല്ലതാണ്ട് അത് ഈ ഒരു പരുവത്തിൽ, അത് നമ്മുടെ ഹൽവയുടെ പരുവമെന്ന് പറഞ്ഞാൽ അത് ഇത് കണ്ടോ, പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് കിട്ടണം കേട്ടോ, എങ്കിൽ മാത്രമേ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഹൽവ കിട്ടുകയുള്ളൂ. അപ്പോൾ ദാണ്ടെ നന്നായിട്ട് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേനും കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണയൊക്കെ തടവി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കൊന്ന് ഇതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ലെവലൊക്കെ ആക്കി വെച്ചതിന് ശേഷം ഞാനൊരു 4 മണിക്കൂറോളം ഞാനൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ താണ്ടെ 4 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹൽവ അത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ താണ്ടെ കറക്റ്റ് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇത് കളറൊക്കെ കണ്ടോ, മഞ്ഞ കളർ. നമ്മളൊന്നും തന്നെ ഇതിൽ ചേർത്തിട്ടില്ല. പച്ചമാങ്ങ ജ്യൂസും നെയ്യും മാത്രമേ ആ ഒരു കളറിന്, അതിൻ്റെയൊക്കെ ഒരു കളർ മാത്രമേ വന്നിട്ടുള്ളൂ. ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. കണ്ടോ, വളരെ സോഫ്റ്റാണ് കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റുമാണ്, കഴിക്കാനും അതുകൂട്ട് തന്നെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പച്ചമാങ്ങയൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ, അപ്പോൾ എന്തായാലും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.